കിച്ചൺ. മൊമാസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് മൊമ്മ എന്നോട് ഇല്ല, ഇന്ന് ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന, ഇടയ്ക്കൊക്കെ ഒരു ഷോർട്ടേജ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷ് ഒന്നും അല്ല. ഇടയ്ക്കൊക്കെ ആണെങ്കിലും നിങ്ങളുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആയിരിക്കാം ഇത്. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. ഹായ്, ചിക്കനാണല്ലോ. ചിക്കന്റെ 2 ലെഗ് പീസ് എടുത്ത് വെച്ചിരുന്നതാ. അത് അമ്മ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാ. അത് എന്തിനാന്ന് മനസ്സിലായി കാണൂല. അപ്പൊ നമുക്കുള്ള ഡിഷാണത്. മൈ ഫേവറേറ്റ് ഡിഷ്. അത് നമ്മള് സ്ലൈസ് ചെയ്ത് അരപ്പെല്ലാം പുരട്ടി വെച്ചിട്ട് വറുത്തെടുക്കാനാ. നാടൻ ചിക്കൻ ഫ്രൈ. അത് വായിൽ വെള്ളം തന്നെ ഉണ്ടായിരിക്കും കേട്ടപ്പോ. അത് ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് അതിന്റെ മസാലകൾ ചേർത്ത് ഒരു അരമണിക്കൂർ പുരട്ടി വെക്കണം. ഉപ്പിട്ട് ഒരേ മസാലയും ചേർക്കാം. അധികം എരിവ് വേണ്ടല്ലോ. വേണ്ട. മസാലപ്പൊടി ചേർക്കണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഒരു 1/2 സ്പൂൺ മതി ഇതിന്. മുളക് പൊടി, നമ്മുടെ മുളക് പൊടി ഇതിന് 1/2 സ്പൂൺ കേട്ടോ. അധികം എരിവായ വറവൊന്നും ഇച്ചിരി മഞ്ഞപ്പൊടി, അത് സ്വല്പം മതി, ഒരു 1/4 സ്പൂൺ മതി മഞ്ഞപ്പൊടി. പിന്നെ നമ്മുടെ ട്രെൻഡ് കിച്ചൺ ട്രഷേഴ്സ്, അതിന്റെ മസാലപ്പൊടി ഒരു പൊടിക്ക് മതി മസാലപ്പൊടി. ഇതിനെ വറക്കണേന് അങ്ങനെ അധികം മസാലപ്പൊടി ചേർക്കൂല. മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെയാണ് ചേർക്കണത്. ഇതിനൊരു പൊടിക്ക് ചേർക്കാം. ഏതായാലും ഒരു ഇച്ചിരി ഒരു സ്മെല്ല് കിട്ടണ്ടേ. ഗരം മസാല ചേർത്താൽ അത്ര ടേസ്റ്റ് പോരാ. പിന്നെ നമുക്കൊരു സ്വല്പം ഒരു പൊടിക്ക് മസാലപ്പൊടി ഇത്രേ ഉള്ളൂ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു 3-4 കുരുമുളകും കൂടെ ചതച്ച് അതിലേക്ക് ചേർക്കാം. ചതച്ച്, പൊടിച്ചല്ല, നൈസ് പൊടിയാക്കണ്ട, ചതച്ച് ചേർക്കാം. അത്രയും ചേർത്തിട്ട് നമുക്കത് ഒരു സ്വല്പം ഒരു മുറിയുടെ പകുതി നാരങ്ങായും കൂടെ പിഴിഞ്ഞ് അത് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. എന്നിട്ട് നമുക്ക് സെറ്റ് ഇത് ഇളക്കാൻ കിട്ടോ. കുരുമുളകും കൂടെ ചതച്ചെടുത്തോണ്ട് വരട്ടെ. നമ്മളിത് കുരുമുളക് ഒരു 3-4 കുരുമുളക് ചതച്ചതാട്ടോ, നൈസ് പൊടിയല്ല. ചേർത്തേച്ച് നമുക്ക് ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ചേർത്തേച്ച് തിരുമ്മി വെക്കാം. ഹാഫ് ലെമൺ. ഹാഫ് മതിയാവും, കുറച്ച് പീസല്ലേ ഉള്ളൂ. നമ്മൾ ഇനി ഇതിലേക്ക് നാരങ്ങാനീര് അരമുറി നാരങ്ങായും കൂടെ പിഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം. ഇത് മസാല മിക്സ് ആവാൻ വേണ്ടി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തേക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് അതിലേക്ക് ശരിക്കും പിടിച്ച് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി, അകത്തേക്കൊക്കെ വേവ് കയറി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഇനിയിപ്പൊ നമ്മളെല്ലാം മസാല ഇതിൽ തിരുമ്മി വെച്ചില്ലേ, ഇതൊരു അരമണിക്കൂർ ഇരുന്നാലാണ് ഇതിലേക്ക് മസാലയൊക്കെ കയറുള്ളൂ. അമ്മ ചെറുതാക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പിള്ളേർക്കൊക്കെ പിടിച്ച് കഴിക്കാൻ എളുപ്പം. ചെറിയ പീസാവുമ്പോ സ്ലൈസ് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കി പൊരിച്ചിങ്ങി എടുക്കാം. ചെറിയ ചെറിയ പീസുകളാ. ലെഗ് പീസാണ് കേട്ടോ. ഇതാ ലെഗ്. ലെഗ് പീസാ. നല്ല ദശപ്പുണ്ട്, അതുകൊണ്ട് കറമുറ കഴിക്കാം. ഇതിപ്പോ എനിക്ക് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് മപ്പാസ് ഇരിക്കണം. നമ്മള് തവ അടുപ്പത്ത് വെച്ചു. അതിന്റെ വെള്ളം ഒന്ന് വറ്റി, ഇച്ചിരി വെള്ളം ഉണ്ട്. ആ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ വറക്കാൻ തുടങ്ങാം കേട്ടോ. ശരി. നമ്മളിത് അരപ്പ് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറോളായി. ഞങ്ങ ഒറ്റയടിക്ക് വറുത്തെടുക്കാം. സന്തോഷമായില്ല കണ്ടപ്പോഴേ. ഞാനിപ്പോ കൈ റെഡിയായി. നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് മമ്മ ടേസ്റ്റ് നോക്കണ്ട കേട്ടോ, ഞാൻ ടേസ്റ്റ് നോക്കിക്കോളാം. ഞാൻ നോക്കണില്ല. എപ്പോഴും മമ്മയ്ക്ക് കൊറേ നേരം ഒരു ടേസ്റ്റ് നോക്കലുണ്ട്. അത് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ, ചൂടായ കൊണ്ടല്ലേ ഞാൻ നോക്കണേ. എണ്ണ എങ്ങനെ ചൂടായ നമുക്ക് എണ്ണയിലേക്ക് ഇടാം. എണ്ണ ചൂടാവട്ടെ. സിമ്പിളാണോ? അല്ല, ഫുള്ളിലാ. എണ്ണ ചൂടാകുന്നവരെ ഫുള്ളില് ഇട്ട് കഴിഞ്ഞിട്ട് മീഡിയത്തിലിടാം. അല്ലെങ്കിൽ കരിയും. അകം വേവോ ഇല്ല, പുറം കരിയും ചെയ്യും. ഓക്കെ. നമ്മൾ ആ പാത്രം ചെറുതായതുകൊണ്ട് നല്ല നിരപ്പുള്ള വലിയ പാത്രം എടുത്തു, ഒറ്റയടിക്ക് വറക്കാൻ വേണ്ടിട്ട് അല്ലേ മമ്മ? യെസ്. എണ്ണ ഇങ്ങനെ നെകക്കെ കിടക്കണം. വറുത്ത് കോരണം. എന്നിട്ട് അതിലേക്ക് കോരണതിന് മുമ്പ് ടേസ്റ്റ് ചെയ്ത് തുടങ്ങൂല. കഴിക്കാനായിട്ട് ലാസ്റ്റ് ചോറിന്റെ ഒപ്പം ഒന്നും ഉണ്ടാവില്ല. പിന്നെ മപ്പാസ് ഇരിപ്പുണ്ട്. വീക്കെൻഡ് അല്ലേ?
ഇടുവാണോ? ഹായ്. സുഖമായിട്ട് കിടന്നു വേവട്ടെ. നമുക്ക് ചൂടായി കഴിഞ്ഞ് നമുക്ക് സിമ്മിലേക്ക് മീഡിയത്തിലേക്ക് മാറ്റിയിട്ടോ. മീഡിയം ഫ്ലെയിമാണ്. അവിടെ കിടന്ന് പതുക്കെ 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 മുരിഞ്ഞ് വരട്ടെ. അടച്ചു വെക്കണോ? അടച്ച് വെച്ചേക്കാം, അതല്ലേ നല്ലതാ അടയ്ക്കാം. നമുക്ക് ചെറിയ പീസുകളൊക്കെ ഒരുവിധം വേവ് വന്നു തുടങ്ങി മറിക്കാൻ കേട്ടോ. ചെറുതാ, വലുത് വേവ് ആവണേ ഉള്ളതാണ് ഉള്ളതിലേ ചെറുതുകളൊക്കെ ഒന്ന് മറിച്ചിടാം. 2 വശവും മുരിയണമല്ലോ. മണമൊക്കെ വന്നുണ്ടോ? പിന്നെ നോക്കാം. ഇച്ചിരി ആവാനുണ്ടോ? ചുറ്റും മറക്കിയിടാം. ഒത്തിരിക്കാതെ കയ്യിലേക്ക് നോക്കണം കേട്ടോ. നോക്കാട്ടോ. നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ടെംപ്റ്റേഷനല്ലേ വേണോ? ശരിക്കും മൊരിയാനായിട്ട് ഒന്നുകൂടെ മറച്ചിട്ടു കേട്ടോ. ശരിക്കും ഫ്രൈ ആയാലേ കറുമുറക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചെറിയ പീസൊക്കെ ഒരുവിധമായിട്ടുണ്ട്. ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് എണ്ണ, അതുകൊണ്ട് ശ്രദ്ധിച്ച് എപ്പോഴും വറുക്കാനായിട്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം നിൽക്കാനായിട്ട്. എത്രയും ഇച്ചിരി അരപ്പൊക്കെ ഇതിലുള്ളതുകൊണ്ട് പൊട്ടിത്തെറിച്ച്. അതാ ചെറിയ പീസുകൾ നമ്മൾ കോരി എടുക്കുക കേട്ടോ. മൊരിഞ്ഞോ വേഗം ഒരിക്കോ. ഒത്തിരി ഇതായി പോയാൽ കടിക്കാൻ പിന്നെ ഇതാവും. അതെ അതെ അതെ, മുരിഞ്ഞു പോയാൽ ചെറിയ പീസും കൂടെ ആയിട്ടുള്ളൂ. ഇനി നമുക്കിത് എണ്ണ വാലാനായിട്ട് ഒരു പ്ലേറ്റിൽ നമ്മൾ ടിഷ്യൂ ഇട്ടിട്ടുണ്ട്. ആ ടിഷ്യൂയിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പം എണ്ണ വാർന്നോളും. ഇത് ഏതാണ്ട് ആയി തുടങ്ങി. മാറ്റിക്കോ, പൊട്ടിത്തെറിക്കുന്നുണ്ട്. കൈ മാറ്റിക്കോ. ഇത് കിടക്കുന്നത് പൊട്ടുന്നുണ്ട്. കൂടുതലും ചിലപ്പോൾ എണ്ണ തെറിക്കാം. ഇത് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ആയിക്കോട്ടെ കേട്ടോ. ഇതിലേക്ക് മാറ്റി വെക്കാം. സ്വല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് വറുത്ത് പോരാം. കൈ മാറ്റിക്കോ, പൊട്ടിത്തെറിക്കും. കറിവേപ്പില ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ടേസ്റ്റ്. ഇത് മതി. അതിങ്ങ് മരിച്ച് കോരിയെടുക്കാം കേട്ടോ. ആഹാ, നല്ല കൊതിയൂറും ചിക്കൻ ഫ്രൈ, മൊമ്മ സ്പെഷ്യൽ ചിക്കൻ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും സൂപ്പർ ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഡ്രൈ ഫ്രൈ ആണിത്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. സൂപ്പർ ടേസ്റ്റിയാണ്. ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ കുറേ കഴിച്ചു കേട്ടോ. നല്ല രസമുള്ള ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഒപ്പം സവാളയൊക്കെ അരിഞ്ഞിട്ടത് കൂട്ടി കഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.